ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച അയലക്കറിയാണ്. അത് കാണിച്ചു തരാം. ഒരു കിലോ അയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 തക്കാളി. വെളുത്തുള്ളി ഒരു കുടമാണ്, ഇഞ്ചി ആവശ്യത്തിന് ഇടുക രണ്ടും. 1 സ്പൂണ് സാദാ മുളക് പൊടി, 1.5 സ്പൂണ് കാശ്മീരി ചില്ലി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, എണ്ണ ആവശ്യത്തിന്, 1 മുറി തേങ്ങ, പിന്നെ കടുക് വറുക്കാനുള്ളതാണ് ഉലുവയും കടുകും, കൊടംപുളി, ആവശ്യാനുസരണം കറിവേപ്പില, ഉപ്പ്, അടുപ്പ് കത്തിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, വെളിച്ചെണ്ണയാണ് നല്ലത്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം കടുക്, ഉലുവ 1/2 സ്പൂൺ, പിന്നെ കുറച്ച് വറക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി എല്ലാം കൂടി കുറച്ച് വതക്കുക. ഒന്ന് വതക്കിയ ശേഷം ഈ മീൻ കറിയിൽ കുടംപുളി ഇല്ലെങ്കിൽ മാങ്ങ ഇട്ടും വെക്കാം കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ ഇട്ടിട്ടും ഈ കറി വയ്ക്കാം. അയിലയോ മത്തിയോ ഏത് മീൻ വേണമെങ്കിൽ വയ്ക്കാം. കുറച്ചൊന്ന് വഴങ്ങിയ ശേഷം അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, അത് 1.5 സ്പൂൺ ഇട്ടോളൂ. കാശ്മീരി ചില്ലി ഇടുന്നത് കളർ കിട്ടാനാണ്. ഈ തക്കാളി 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇളക്കണ്ട. കുടംപുളി ഒഴിക്കുകയാണ് കേട്ടോ. സ്റ്റൗ ഒന്ന് താത്തി വയ്ക്കും, ഒന്ന് അടച്ച്. നമ്മളപ്പോൾ എടുത്ത് വെച്ച തേങ്ങ, അരമുറി തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് കാശ്മീരി ചില്ലി, 1 തണ്ട് കറിവേപ്പില, 3 കൂടിയിട്ട് അരച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ തേങ്ങ ഇട്ട് അരച്ചിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊന്ന് മൂടി തുറന്ന് നമ്മളതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാം. കുടംപുളിയും തക്കാളിയും ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് ശരിയാവും. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ചും കൂടി മിക്സി കഴുകിയ വെള്ളം ഒഴിക്കും. നല്ലപോലെ ഒന്ന് തിളയ്ക്കാം. നമുക്ക് തിളച്ചോ നോക്കാം. തിളച്ചു. ഇനി ഒരു മീൻ മെല്ലെ
ഉപ്പ് മതിയൊന്ന് നോക്കണം. ആവശ്യത്തിനുണ്ട്. കുറച്ച് അടച്ച് തിളയ്ക്കണ്ടോ നോക്കാം നമുക്ക്. നന്നായി തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളയ്ക്കട്ടെ, നമുക്ക് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി മെല്ലെ ഇളക്കണം. മീനോടെയാണ്ട് ഇളക്കിയിട്ട് മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിക്കും. സ്റ്റൗ ഓഫ് ചെയ്യുക. കറി റെഡി.